This is antibacterial and will help heal the dandruff you have right now. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റ തുറന്നപ്പോൾ ഡോക്ടർമാരുടെ പേരിലൊക്കെയുള്ള ഒരുപാട് ഫേസ്ബുക്ക് ഇൻസ്റ്റ പേജുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് താരൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ താരനെക്കുറിച്ച് ഇതിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടി വരികയാണ്. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ചൂന്യമിളക്, ചീനമിളക് എന്നൊക്കെ പറയുന്ന ആ മിളക് വെറും വയറ്റിൽ കഴിച്ച് കഴിഞ്ഞാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. പിന്നെ ABC ജ്യൂസ് കുടിക്കാനായിട്ട് ഒരുപാട് ഈ ഡോക്ടർമാരെന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ വീഡിയോകളും കാണുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് എൻ്റെ കൂടെ ഉള്ളത് അമല മെഡിക്കൽ കോളേജിലെ ഗാസ്ട്രോ എൻട്രോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ സോജൻ ജോർജാണ്. ഇങ്ങനെയൊക്കെ പ്രചരിക്കുന്ന കാര്യങ്ങൾ വളരെയധികം ആളുകൾ ഏറ്റെടുക്കുകയാണ്. പക്ഷെ അത് എത്രത്തോളമാണ്? ഇപ്പോൾ താരൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ശരിയാണ് ലിഷായ്. ഞാൻ ഈ അടുത്ത് എൻ്റെ OP-യിൽ ഒരു ദിവസം കുറേയധികം താരൻ രോഗികളെ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഗാസ്ട്രോ ഡോക്ടർ. അതെ, താരൻ വരുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഭൂരിഭാഗവും ത്വക്ക് രോഗങ്ങൾ തന്നെയാണ്, സ്കിൻ ഡിസീസസ് തന്നെയാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായി ചികിത്സ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. സോറിയാസിസ് എന്ന് പറയുന്ന ഒരു രോഗത്തിന് ആക്ച്വലി തലയിൽ കുറച്ച് പൊറ്റകൾ പോലെ, താരൻ പോലെ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിൽ കുറച്ച് പഠനങ്ങളൊക്കെ നടന്നു. തലയിലുള്ള ഒരു ഫംഗസ് വളരാൻ കുടലിലുള്ള ചില ബാക്ടീരിയകൾ കാരണമായേക്കാം എന്നുള്ളതായിരുന്നു അതിൻ്റെ. ഡെയിലി 2 നേരമൊക്കെ ABC ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് എല്ലാ വിധത്തിലുള്ള ഉണർവ്, അതുപോലെ തന്നെ തിളക്കമൊക്കെ വെക്കുന്നൊക്കെയാണ് യൂട്യൂബിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ശരിക്കും ABC ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു മനുഷ്യൻ ഉണ്ടാവുക? ആ ആപ്പിളും ബീറ്റ്റൂട്ടും ക്യാരറ്റും വിൽക്കുന്ന ആൾക്ക് ഗുണമുണ്ട്. ഗുണമില്ല. ABC ജ്യൂസിലൊരു പ്രശ്നം, അതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ A ഉണ്ട്. അതൊരു വലിയ ഗുണമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നേരെ തിരിച്ചാണ്. അതിലടങ്ങിയിട്ടുള്ള കരോട്ടിനും വൈറ്റമിൻ A എന്ന് പറയുന്ന 2 സംഭവങ്ങൾ കുറേ പ്രശ്നങ്ങൾക്ക്, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവും. വൈറ്റമിൻ എയുടെ അമിത ഉപയോഗം ശരിക്കും ലിവറിൽ ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് ലിവർ ഡാമേജ് ഉണ്ടാക്കാൻ തന്നെ കാരണമാവും. തേനും ചെറുനാരങ്ങ നീരും അത് രണ്ടും കൂടി ഒരു സ്പൂൺ വീതം കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്ന് പറയുന്നത്. തേനിനകത്തുള്ള ഷുഗർ എന്ന് പറയുന്നത് ഫ്രക്ടോസ് എന്ന് പറയുന്നതാണ്. അത് നേരെ ലിവറിലേക്ക് എത്തും. അപ്പോൾ ഫ്രക്ടോസിൻ്റെ അമിത ഉപയോഗം അത് തേനിലായാലും മറ്റ് ജ്യൂസുകളിലായാലും എയറേറ്റഡ് ഡ്രിങ്ക്സിലായാലും അതെല്ലാം ഫാറ്റ് ലിവർ മോശമാക്കാനും ലിവറിന് കൂടുതൽ ഡാമേജ് ചെയ്യാനും കാരണമാവും. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്തത് അത് കുട്ടികൾക്കൊക്കെ മതി എന്നാണ് പറയുന്നത്. കുട്ടികൾ അവർക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ എനർജറ്റിക് ആയിട്ടിരിക്കാനും അവർക്ക് ഒരു ഉന്മേഷം ഉണ്ടാവാൻ വേണ്ടി മാത്രം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതി. ശരിക്കും അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ അത്തരക്കാർക്ക് ഷുഗർ വരാനുള്ള സാധ്യത കൂടുതലാണ്, ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്, പൊണ്ണത്തടി വരാനുള്ള സാധ്യത കൂടുതലാണ്, അൾസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഏതെങ്കിലും നേരത്ത് നമ്മൾ ഭക്ഷണം കുറയ്ക്കണമെങ്കിൽ അത് വൈകുന്നേരമാണ്, രാവിലെ അല്ല കുറയ്ക്കേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റ്, പ്രഭാത ഭക്ഷണം പരമാവധി സ്കിപ്പ് ചെയ്യാതെ നോക്കുകയാണ് വേണ്ടത്. കൊളസ്ട്രോൾ ഒന്ന് കുറയ്ക്കാൻ വെച്ച് കുറച്ച് ചൂന്യമിളക് അങ്ങനെയൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ. അപ്പോൾ അത് കുറച്ചധികം കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ എരിവും പുളിയുള്ളത് കൂടുതൽ കഴിക്കുമ്പോൾ വയറിൽ അൾസർ വരും. കൊളസ്ട്രോളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തീറ്റ കുറയുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നതല്ലാതെ ഡയറക്റ്റായിട്ട് അതിനൊരു കണക്ഷനും കണ്ടിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ യൂട്യൂബിലൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കിട്ടുന്ന വീഡിയോസ് നമ്മളതൊന്ന് ഫാക്ട് ചെക്ക് ചെയ്യാതെ ചെയ്യുമ്പോൾ ഇതുപോലത്തെ മണ്ടത്തരങ്ങളും പലപ്പോഴും നമുക്ക് കൂടുതൽ അനാരോഗ്യങ്ങളിലേക്കും കാരണമാകും. ഇത്തരം വീഡിയോകൾ കാണുന്നവർ കുഴപ്പമില്ല, പക്ഷെ അത് കണ്ടത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കിയാൽ ഒരുപക്ഷെ നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള വലിയ മാരകരോഗങ്ങൾ ഒരുപക്ഷെ എന്തായാലും ഇത്തരം വീഡിയോകൾ ഫോളോ ചെയ്താൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. സുജീവ് പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.